ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ കാണുകയാണ്. എന്താ പറയുക, കുറേ ദിവസം വീഡിയോ ഇടാൻ പറ്റില്ല, കുറച്ച് പേഴ്സണൽ തിരക്കുകളായിപ്പോയി. കുറേ ന്യൂസുകളൊക്കെ കാണുന്നുണ്ട്. സത്യത്തിൽ ഈ ന്യൂസുകളൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ ടയേർഡായി പോവാണ്. നമുക്ക് എന്താ പറയുക, ഒട്ടും മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതും നമുക്ക് സഹിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്ത വീഡിയോ അപ്ലോഡ് ചെയ്തൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ ബിസി ആയിപ്പോയി. ഞാൻ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. പോട്ടെ. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ടോപ്പിക് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നിപ്പോൾ കണ്ടതാട്ടോ. ഇന്ന് വന്നതാണോ ഇന്ന് വരലായതാണോ എന്ത് സംഭവം എനിക്കറിയില്ല. മോട്ടിവേഷൻ സ്പീക്കറുടെ പബ്ലിക്കിലുള്ള ഒരു ബാഡ് വേർഡ് യൂസ് ചെയ്തതായിട്ട് കുറേ അത് ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ വരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ വീഡിയോ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് ഷെയർ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ വീഡിയോ ഇടാറ്. അല്ലാതെ നമുക്കിപ്പം വേറൊരാളെ നന്നാക്കാനോ വേറൊരാളെ കുറിച്ച് പറയാനോ അതിനൊന്നും നമുക്ക് പറ്റില്ല. എനിക്ക് എൻ്റേതായ ഒരു ഒപ്പീനിയൻ ഉണ്ടാവും. നമുക്കൊരു വീഡിയോ കാണുമ്പോൾ നമുക്കൊരു ഒപ്പീനിയൻ ഉണ്ടാവും, നമുക്ക് പറയാമല്ലോ. അത് വന്ന് അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ, നമുക്കിപ്പം റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഗീവ് ആൻഡ് ടേക്കാണ്. അതായത് അതെല്ലായിടത്തും ഇപ്പം അങ്ങനെ ആവാറുന്നില്ല. ചില ടൈപ്പ് ആൾക്കാരൊന്നും റെസ്പെക്റ്റ് അങ്ങോട്ട് മേടിക്കും, ഇങ്ങോട്ട് തരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. റെസ്പെക്റ്റ് അങ്ങോട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അത് ഇങ്ങോട്ട് തരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ കൊടുക്കുമ്പോൾ ഞാൻ വലിയ ആളാണെന്ന് പറയും. ഇങ്ങനെ ഭാവം മാറി അവർ പോകുന്നു എന്നല്ലാതെ തിരിച്ചും നമുക്ക് അതേ റെസ്പെക്റ്റ് തരാൻ ചിലപ്പോൾ അവർ തയ്യാറാവാറില്ല. അങ്ങനത്തെ കുറേ അനുഭവങ്ങൾ എനിക്കുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വിചാരിക്കുമോ, നമ്മളെന്തിനാ ഇത്രയും ഒരു റെസ്പെക്റ്റ് അവർക്ക് കൊടുത്തത്, ഇങ്ങോട്ട് ഒന്നും തരുന്നില്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവും. അത് എൻ്റെ മാത്രം ചിന്തയായിരിക്കും കേട്ടോ, നിങ്ങൾക്ക് ചിലപ്പോൾ അത് ചിന്ത ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഞാനിത് കണ്ടപ്പം എനിക്ക് ആ ഒരു ന്യൂസ്, അതായത് ഒരു മോട്ടിവേഷൻ സ്പീക്കർ മോട്ടിവേഷനായിട്ട് വളരെ ഫേമസ് ആയിട്ട് ഒരു 4 ലക്ഷം രൂപയൊക്കെ തന്നെ പൈസ വാങ്ങിയിട്ട് ക്ലാസ് എടുത്തു കൊടുക്കുന്ന ഒരു വ്യക്തി ഒരു സ്റ്റേജിൽ വന്ന് നിന്ന് സംസാരിക്കുമ്പോൾ ആ സ്റ്റേജിൽ അവരെ കാണാനും അവരെ കേൾക്കാനും ഇരിക്കുന്ന വ്യക്തികൾക്ക് മനസ്സിന് അസ്വസ്ഥത തോന്നുന്ന വിധത്തിലുള്ള ബാഡ് വേർഡ്സ് അവരെ ഹേർട്ട് ചെയ്യുന്ന വിധത്തിൽ പറയാമെന്ന് പറയുമ്പോൾ, അവർ കാശ് കൊടുത്തിട്ട് അവരിങ്ങനെ മോശം വേർഡ്സ് കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ അടുത്തൊരു മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ എടുക്കുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാൾ ഒരു സ്ഥലത്ത് പോയിട്ട് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുമ്പോൾ അവിടെ സ്റ്റേജിൽ ബാഡ് വേർഡ്സ് യൂസ് ചെയ്തു. അപ്പോൾ ആ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർ അവരാണ് എന്താ പറയുക, അവർ ക്യാഷ് കൊടുത്തിട്ടായിരിക്കുമല്ലോ അവർ കേൾക്കാനും, അവർ ട്രെയിനിങ് അവരുടെ ഭാരവാഹികളെല്ലാം അവരുടെ പ്രതിനിധികൾ ചേർന്നിട്ട് ക്യാഷ് കൊടുത്തിട്ടായിരിക്കുമല്ലോ അവർ കേൾക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റേജിൽ അദ്ദേഹം അവരെ റെപ്രസെൻ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ അവരെ മോശം അവരെ പറയുന്ന എന്നാൽ അവരെ എല്ലാം അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് രീതിയിൽ ബാഡ് വേർഡ് യൂസ് ചെയ്തു. ഞാനത് ആ വീഡിയോ കുറച്ച് കണ്ടതാണ്. നമുക്ക് ക്ലിപ്പിങ്സ് വരുമല്ലോ, അങ്ങനെ കണ്ടതാണ്. അപ്പം ഞാൻ അതിൽ നിന്ന് എനിക്ക് തോന്നിയ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം ഇതാണ്. അതായത് നമ്മളെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുമ്പം എന്താ പറയുക, നമ്മളത് തിരിച്ചു കൊടുക്കണം. നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാൻ നമ്മൾ തരും. നമ്മളോടുള്ള റെസ്പെക്റ്റ് നമ്മുടെ കഴിവിലൊക്കെ. അപ്പോൾ അവരെ സംബന്ധിച്ച് ഞാനിപ്പോൾ ആ വീഡിയോ കണ്ടപ്പോഴേക്കുന്നത് അവരെ സംബന്ധിച്ച് ഭാരവാഹികൾ വെച്ചാൽ ആ ഒരാളുടെ കഴിവും ആ ഒരാൾക്ക് ഇങ്ങനെ നമുക്ക് നന്നായി ക്ലാസ് എടുത്ത് തരാൻ കഴിയും എന്നുള്ള ആ ഒരു പിന്നെ ആ ഒരു റെസ്പെക്റ്റ് ചെയ്യാനും ഒക്കെ കഴിയുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അത്രയും ഒരു എമൗണ്ട് അവർക്ക് കൊടുത്തിട്ട് അവരെ ക്ലാസ്സിന് വിളിക്കുന്നത്. അപ്പോൾ ആ ക്ലാസ്സിന് വന്നതിന് ശേഷം അവരെ തന്നെ ചവിട്ടി താഴ്ത്തുന്ന രീതിയിലുള്ളൊരു സംഭാഷണം വരുമ്പോൾ, സാധാരണ അധികം ആൾക്കാർ അങ്ങനെ ഇത്രയും വലിയൊരു ക്ലാസ്സിൽ സ്റ്റേജിൽ നിന്നിട്ട് മൈക്കിൽ സംസാരിക്കുമ്പോൾ ഒരു ജനറലായിട്ട് ഇങ്ങനെ പറയുമ്പോൾ ആരും അങ്ങനെ പ്രതികരിക്കണം എന്നില്ല. പുള്ളിയുടെ ചിലപ്പോൾ ലൈഫിൽ അങ്ങനെ ആരും പ്രതികരിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ആരും പ്രതികരണം ജനറലായിട്ട് ഒരാളെ വ്യക്തിയെ ചൂണ്ടിയിട്ടല്ലാത്ത പറയുമ്പോൾ, ജനറലായിട്ട് പറയുമ്പോൾ ഇങ്ങനെ കേട്ടിരിക്കുക. ചിലപ്പം നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ജനറലായിട്ട് പറയുമെങ്കിലും ചിലപ്പം നമുക്ക് ചിലപ്പോൾ കൊള്ളും, പക്ഷെ നമ്മൾ പ്രതികരിക്കില്ല. കാരണം നമ്മളൊരാളായിട്ടല്ലല്ലോ പറഞ്ഞത്, ജനറലായിട്ട് പറഞ്ഞപ്പോൾ നമ്മളായിട്ട് എങ്ങനെയാണ് സംസാരിക്കുക, നമ്മളായിട്ട് എന്തിനാണ് മറുപടി കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് നമ്മൾ ചിലപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കും. പക്ഷെ അവിടെ ഏതോ ഒരാൾ ഫസ്റ്റ് ചോദിച്ചു, ഞങ്ങളാരും നിങ്ങൾ ഈ വിളിക്കുന്ന വേർഡ് ഞങ്ങളൊന്നും വിളിക്കരുത്, ഞങ്ങളൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്കിത് പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരാൾ പ്രതികരിച്ചു. അപ്പോൾ ആ ഒരാളെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് പേര് വന്നു. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് പിന്നെ ഭാരവാഹികൾ വന്നു. പക്ഷേ എനിക്ക് എന്താ അതിന് നെഗറ്റീവ് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ നെഗറ്റീവ് പറഞ്ഞുവെങ്കിൽ നമ്മൾ
മോട്ടിവേഷൻ ക്ലാസ് എന്നൊക്കെ പറയുമ്പം നമ്മുടെ ലൈഫിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അനുഭവിച്ചിട്ടും നമുക്ക് മറ്റുള്ളവരിലേക്ക് ഇത്രയും നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു നല്ല കാര്യമാണ്. അതായത് മറ്റുള്ളവരെ ഇങ്ങനെ ഗ്രോ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈഗോ പാടില്ല. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. ഈഗോ വെച്ചിട്ട് പെരുമാറാൻ പാടില്ല, പക വെച്ച് പെരുമാറാൻ പാടില്ല. അവരിപ്പോൾ നമ്മളോട് ഇപ്പം ഭാരവാഹികൾ എന്തെങ്കിലും നമ്മളോട് ഇന്നൊരു കാര്യം നമ്മൾ ആവശ്യപ്പെട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു വെച്ചിട്ട് ആ പക വെച്ചിട്ട് അവരെ സമയം വൈകിപ്പിക്കുക, അല്ലെങ്കിൽ അവരോട് പറയുന്ന രീതികളിൽ എന്തൊക്കെയോ കൊള്ളിച്ച് സംസാരിക്കുക, അവരോട് തന്നെ ഒരു പക തോന്നുക, അതൊരു സാധാരണ കാര്യമാണ്. ശരിയാണ്, അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യം. അത് നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യണം. അതായത് നമ്മൾക്കൊരു ആക്സെപ്റ്റൻസി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാണ്. അതില്ലാതെ വരുന്ന ആളെ വീട്ടിൽ ചൂണ്ടിച്ച് ഇയാളൊന്നും ഇവിടുന്ന് പുറത്താക്കി തരൂ, താങ്കളോടല്ലല്ലോ ഞാൻ സംസാരിച്ചത്, ആ രീതിയിൽ പിന്നെയും പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ആർക്കായാലും അസ്വസ്ഥത തോന്നും. പിന്നെ നമ്മുടെ ക്വാളിറ്റി, ആ മോട്ടിവേറ്റ് ചെയ്യുന്ന വ്യക്തിയുടെ ക്വാളിറ്റി ശരിക്കും കുറയും. പിന്നെ ആരെങ്കിലും ഒന്ന് പ്രതികരിച്ച് അയാൾക്കെതിരെ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ വീണ്ടും ക്വാളിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ഒരാളൊന്ന് എത്ര നേട്ടം കൊയ്താലും നമുക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള മനസ്സും കൂടി ഉണ്ടാകുമ്പോഴാണ് നമ്മളൊരു സക്സസ്ഫുൾ ആവാന്നാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അത് ശരിയും തെറ്റും വേർതിരിച്ചറിഞ്ഞിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. അത് പറ്റണം. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു എവിടെയൊക്കെ ഒരു ആക്സെപ്റ്റൻസി കുറവും, എവിടെയൊക്കെ ഒരു ഈഗോയും, എവിടെയൊക്കെ ഒരു സംതിങ് ഒരു പക പോക്കുന്ന പോലത്തെ അങ്ങനെ ഒരു എനിക്ക് ആ വേർഡ്സ് കേട്ടപ്പോൾ പെട്ടെന്ന് ഫീൽ ചെയ്തു. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.